എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു സാറ്റർഡേ വ്ളോഗാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ലഞ്ച് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്നത്തെ സ്പെഷ്യൽ മട്ടനാണ്. മട്ടൻ ഞാൻ വിചാരിച്ചു ഒരു മട്ടൻ ഫ്രൈ പോലെ ആക്കിയെടുക്കാമെന്ന്. അപ്പം കുറേ നാളായി ഞങ്ങൾ മട്ടൻ വാങ്ങിച്ചിട്ട്. ഇതിപ്പോൾ ഏകദേശം ഒരു 250-300 ഗ്രാം മട്ടനേ ഉള്ളൂ. ബോൺലെസ് പീസുകളാണ്. അപ്പോൾ ഇതാദ്യം നമുക്ക് നന്നായിട്ട് ഒന്ന് പുരട്ടി വെക്കണം. അപ്പോൾ ആദ്യം നമുക്ക് പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. മൂപ്പിച്ച് മീൻസ് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പം ഒരു 1.5 ടേബിൾ സ്പൂണോളം മുളക് പൊടിയും, ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും, പിന്നെ മഞ്ഞൾപ്പൊടി, ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. ചൂടാക്കിയതിന് ശേഷം ഈ മട്ടനിലേക്ക് നന്നായിട്ട് പുരട്ടി വെക്കുക. അപ്പോൾ കുറച്ച് നേരം വെച്ചാൽ അത്രയും നല്ലത്. അപ്പോൾ ഒരു 3/4 മണിക്കൂറെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അത് നന്നായിട്ടൊന്ന് പിടിക്കും. വെച്ചില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. വെച്ചാൽ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും. അത്രയുള്ള എല്ലാം ഒന്ന് പിടിച്ച്. ഇനി നമുക്കിതിലേക്ക് ഒരു മീഡിയം പീസ് ഇഞ്ചി അരിഞ്ഞതും ഒരു 5-8 അല്ലി വെളുത്തുള്ളി അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് കുറച്ച് ചൂടുവെള്ളവും കൂടെ ഒഴിച്ച് കുറച്ച് കറിവേപ്പിലയും കൂടെ ഒക്കെ ഇട്ട് ഒന്ന് ഇളക്കി ഇത് നമുക്ക് വേവിക്കാൻ വെക്കാം. ഇതിപ്പോൾ ഞാൻ എപ്പോഴും മട്ടൻ വേവിക്കുന്നത് ഇങ്ങനെ ചട്ടിക്കകത്തിട്ട് ഇങ്ങനെ സ്ലോ കുക്ക് ചെയ്തെടുക്കുകയാണ്. പക്ഷേ അങ്ങനെ ഇപ്പോൾ എളുപ്പം വേണമെന്നുണ്ടെങ്കിൽ ഇത് എന്തായാലും ഏകദേശം 1 മണിക്കൂറൊക്കെ പിടിക്കും ഇങ്ങനെ വെന്ത് വരാൻ. എളുപ്പം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ കുക്കറിൽ ഒരു 4-5 വിസിലൊക്കെ കേൾപ്പിച്ച് കഴിഞ്ഞാൽ എളുപ്പം കിട്ടും. ഞാൻ എപ്പോഴും പക്ഷേ എനിക്ക് കൂടുതലും ടേസ്റ്റ് തോന്നിയിരിക്കുന്നത് ഇങ്ങനെ ചട്ടിക്കകത്ത് വേവിച്ചെടുക്കുന്നതാണ്. അപ്പോൾ അതാണ് ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ പക്ഷേ കുറച്ച് നേരത്തെ ഇതെല്ലാം തുടങ്ങണമെന്നേ ഉള്ളൂ. പെട്ടെന്ന് ഉച്ചയ്ക്ക് അങ്ങോട്ട് ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഒരു 10 മണിക്കെങ്കിലും തുടങ്ങിയാലേ ഉച്ചയാകുമ്പോഴത്തേന് ആയി കിട്ടത്തുള്ളൂ. ആ ഒരു കുഴപ്പമേ ഉള്ളൂ. പിന്നെ നമുക്കിനി ക്യാബേജ് തോരനാണ് ഉണ്ടാക്കുന്നത്. അപ്പം ക്യാബേജ് എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ചെറിയുള്ളിയാണ്. ചെറിയുള്ളിയും 2 പച്ചമുളകും പിന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും തേങ്ങായും മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. എന്നിട്ട് അത് പുരട്ടി വെക്കുക. മട്ടൻ ഫ്രൈ, ക്യാബേജ് തോരൻ, പുളിശ്ശേരി, സാലഡ്, ഇതൊരു നല്ല കോമ്പിനേഷൻ. അപ്പം ഞാൻ ആ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഉപ്പും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ തേങ്ങായും കൂടി ഇട്ട് നന്നായിട്ട് തിരുമ്മിയിട്ട് കടുക് വറുത്തെടുത്ത് കഴിഞ്ഞാൽ നല്ല ക്യാബേജ് തോരൻ കിട്ടും. പിന്നെ ഈ ക്യാബേജ് ഇങ്ങനെ കൊത്തി അരിയണമെന്ന് ഇല്ല. ക്യാബേജ് ഇങ്ങനെ ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞാലും മതി. ഇങ്ങനെ കൊത്തി അരിയേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് നന്നായിട്ട് പുരട്ടി വെക്കാം. അപ്പോൾ ഇനി നമുക്ക് ക്യാബേജ് തോരൻ ഉണ്ടാക്കാം. അപ്പം ചട്ടി ചൂടായതിന് ശേഷം എണ്ണ ഒഴിക്കുക. എണ്ണ ഒഴിച്ചിട്ട് കടുകും ഉഴുന്നുപരിപ്പും മുളകുമാണ് ഇടേണ്ടത്. അപ്പം ഇതിനിടയ്ക്ക് ഞാനൊന്ന് തുറന്നു നോക്കുമായിരുന്നു. മട്ടനൊക്കെ വെന്ത് വരുന്നേ ഉള്ളൂ. ഇച്ചിരി താമസിക്കും, കുറച്ച് നേരം പിടിക്കും മട്ടനൊക്കെ വേകാൻ വേണ്ടിയിട്ട്. അപ്പം കടുക്, മുളക്, ഉഴുന്നുപരിപ്പ്, കറിവേപ്പില, ഇത്രയാണ് മട്ടനെല്ലാം നമ്മുടെ ക്യാബേജ് തോരന് വേണ്ടിയിട്ട് ചേർക്കേണ്ടത്. കറിവേപ്പില ഞാൻ ഓൾറെഡി ക്യാബേജ് തോരൻ പുരട്ടിയപ്പം ചേർത്തുകൊണ്ട് ഞാൻ ഇട്ടില്ല. ഇനി നമുക്ക് അത് അടച്ച് വെച്ച് വേവിച്ചെടുത്താൽ മതി. അടിക്ക് പിടിക്കും എന്നുള്ള ഇതുണ്ടെങ്കിൽ സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ അത് ഇളക്കി അടച്ച് വെച്ച് ആവി കയറി കഴിഞ്ഞാൽ ക്യാബേജൊക്കെ പെട്ടെന്ന് വേകുമല്ലോ. അപ്പോൾ നമുക്കത് വേവിച്ചെടുക്കാം. ഇനിയും അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഒരു സാലഡും പുളിശ്ശേരിയാണ് ഉണ്ടാക്കുന്നത്. പുളിശ്ശേരി എന്ന് വെച്ച് കഴിഞ്ഞാൽ മോര് കാച്ചിയത്, അതാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ അരി വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചു. പിന്നെ നമുക്ക് ഈ മട്ടൻ ഫ്രൈ ഉണ്ടാക്കുമ്പോൾ ഇതൊക്കെ ഒന്ന് ഇനിയും കുറച്ച് ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സബോള എടുക്കുന്നുണ്ട്. ഒരു 5-6 ചെറിയുള്ളി എടുക്കുന്നുണ്ട്. 5-6 ഒരു 5-8 ചെറിയുള്ളിയും ഒരു വലിയ സബോള അല്ലെങ്കിൽ 2 മീഡിയം സൈസ് സബോള, ഇത്രയും ഞാൻ എടുക്കുന്നുണ്ട്. അപ്പം ഇതിനകത്തുനിന്ന് തന്നെ സബോള ഞാൻ ഒത്തിരി ഒന്നും ചേർക്കുന്നില്ല. കാരണം ആ പാടെ 300 ഗ്രാം മട്ടനല്ലേ ഉള്ളൂ. അപ്പോൾ ഒത്തിരി എടുക്കുന്നില്ല. ഇതിപ്പോൾ ഞാൻ 2 മീഡിയം സൈസ് സബോള എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ഞാൻ സാലഡിന് വേണ്ടിയിട്ട് എടുക്കും. പിന്നെ ഒരു 5-8 ചെറിയുള്ളി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് അരിഞ്ഞ് ചേർക്കുന്നത്. പിന്നെ ഒരു പകുതി തക്കാളിയും, അത്രയേ ഉള്ളൂ. ഒത്തിരി ചേർക്കുന്നില്ല. ഒത്തിരി ഇതിങ്ങനെ ഡ്രൈ ആക്കിയല്ലേ എടുക്കുന്നത്. അപ്പോൾ ഒത്തിരി ചേർത്ത് കഴിഞ്ഞാൽ അതൊരു സുഖം കാണത്തില്ല. കുറച്ച് മതി. വഴറ്റി നമുക്ക് ഡ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം മതി. അപ്പം മട്ടൻ ഇങ്ങനെ വെന്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുത്ത് വേവിച്ചെടുക്കുക. അപ്പം നമ്മൾ ഇവിടെ ഇതെല്ലാം ഒരുക്കി വെച്ചു. ചെറിയുള്ളി, സബോള, നമ്മുടെ തക്കാളി, അതൊരു
തക്കാളിയുടെ പകുതിയാണ്. പിന്നെ ബാക്കി പകുതിയും കുറച്ച് സബോളയും പച്ചമുളകും ഞാൻ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സാലഡിന് വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ സാലഡ് ഉണ്ടാക്കുന്നത് അത് ഉപ്പ് പുരട്ടി നമുക്കൊന്ന് തിരുമ്മി വെക്കാം. എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് തൈര് ഒഴിക്കുന്നതായിരിക്കും നല്ലത്. എന്നാൽ അപ്പോഴാണ് അതിന് പ്രത്യേക ഒരു ടേസ്റ്റ്, നല്ല ഒരു ടേസ്റ്റ് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പം നമുക്കിത് ഉപ്പ് പുരട്ടി നന്നായിട്ട് തിരുമ്മി മാറ്റി വെക്കാം. അപ്പോൾ ഇനി നമുക്ക് മട്ടൺ ഫ്രൈ ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഫ്രൈങ് പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക. എന്നിട്ട് ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകം ചേർത്ത് കൊടുക്കുക. അതൊന്ന് മൂത്ത് കഴിയുമ്പോഴത്തേനും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോളയും ചെറിയുള്ളിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. അത്യാവശ്യം ഒന്ന് വഴണ്ടാൽ മതി. കാരണം പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഈ മട്ടനും കൂടെ ചേർത്ത് നന്നായിട്ട് അത് ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികളൊന്നും ചേർക്കുന്നില്ല, കാരണം നമ്മൾ ആവശ്യത്തിന് പൊടികൾ ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ തക്കാളി ചേർത്ത് കൊടുക്കുക. പിന്നെ ആ ഒരു സബോളയുടെ ആ ഒരു വെള്ള നിറം മാറാൻ വേണ്ടിയിട്ട് മാത്രം ഒരു ലേശം മഞ്ഞൾപ്പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. കാരണം നമ്മൾ നല്ലപോലെ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചാണ് വേവിച്ച് വെച്ചിരിക്കുന്നത്. ഇനി അതൊന്ന് വഴണ്ടതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടനും കൂടെ ചേർത്ത് ആ മട്ടനും അതിൻ്റെ ബാക്കിയുള്ള വെള്ളവും എല്ലാം അങ്ങ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ചട്ടി കിടന്ന് അത് ഒന്ന് ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് അത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് നന്നായിട്ട് ഡ്രൈ ആക്കി, എത്രത്തോളം ഡ്രൈ ആകണോ അത്രത്തോളം ഡ്രൈ ആക്കി എടുക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ കറിയായിട്ടാണ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മട്ടൻ ഇത്രയും അങ്ങ് വറ്റിക്കണ്ട, കുറച്ച് വെന്ത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ വെള്ളമൊക്കെ ഒഴിച്ച് ആ ഒരു കറി മോഡലാക്കിയിട്ട് ഈ ഒരു ഇതിനകത്തേക്ക് ഒഴിച്ച് കഴിഞ്ഞ് അതിങ്ങനെ കറിയാക്കി എടുത്താൽ മതി. അല്ലെങ്കിൽ ഇത് ഈ ഒരു പാനിൽ കിടന്ന് അത് ഡ്രൈ ആയിട്ട് നല്ല ഫ്രൈ ആയിട്ട് വരട്ടെ. പ്രത്യേകിച്ച് അത്ര എണ്ണയൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല. ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് ഡ്രൈ ആയി നല്ല ഒരു ഫ്രൈ ആയിട്ട് വന്നോളൂ. ഇനി നമുക്ക് അതവിടെ ഇരിക്കട്ടെ. ആ സമയത്ത് നമുക്ക് തൈര് ചേർത്ത് മിക്സ് ചെയ്യാം. നമ്മുടെ സാലഡിന് ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഉപ്പും കൂടെ പുരട്ടി വെച്ചിരിക്കുന്ന തൈര് ചേർത്ത് മിക്സ് ചെയ്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാലഡ് റെഡിയായി. നമ്മുടെ മോരുകറി കാച്ചിയത് ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. ക്യാബേജ് തോരനും റെഡി ആയിട്ടുണ്ട്. ഇല്ല, മോര് കാച്ചി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നേ ഉള്ളൂ, സോറി. അപ്പം മോര് കാച്ചിയതിന് വേണ്ടിയിട്ട് അതെല്ലാ വീഡിയോയിലും ഞാൻ കാണിക്കുന്ന പ്രത്യേകിച്ചൊന്നുമില്ല. കടുക്, ഉലുവ, ജീരകം, നമ്മുടെ വറ്റൽമുളക് ഇത്രയും ചേർത്ത്, കറിവേപ്പില ഇത്രയും ചേർത്ത് കടുക് വറുത്തെടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ നന്നായിട്ട് അടിച്ച് വെച്ചിരിക്കുന്ന തൈരോ അല്ലെങ്കിൽ മോരായിട്ട് ഇരിപ്പുണ്ടെങ്കിൽ മോരോ ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊരു ലേശം മഞ്ഞൾപ്പൊടി ഇടുക. ഞാൻ ഇതിനകത്ത് എരിവൊന്നും ചേർക്കത്തില്ല. എരിവ് ചേർക്കേണ്ടവർക്ക് പച്ചമുളക് വഴറ്റി ചേർക്കാം, മുളക് പൊടി ചേർക്കാം. ഇതൊന്നും ഞാൻ ചേർക്കാറില്ല. പിന്നെ നമുക്ക് നോൺ വെജ് ഒക്കെ ഉള്ളപ്പം അധികം എരിവിൻ്റെ അല്ലെങ്കിൽ ഈ കറിക്കൊന്നും ഞാൻ അധികം എരിവ് ചേർക്കാറില്ല. കാരണം അത്യാവശ്യം എരിവിലാണ് ഞാൻ വെക്കുന്നത്. അപ്പം ബാക്കിയുള്ള കറിക്ക് ഞാൻ അപ്പോൾ അത്രയും എരിവ് ചേർക്കാറില്ല. അപ്പോൾ ലാസ്റ്റ് ഉപ്പും ചേർത്ത് ഒരു ലേശം ഉലുവാപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് തിളപ്പിക്കൽ അതൊന്ന് ചൂടാക്കി എടുക്കാവുള്ളൂ. ജസ്റ്റ് നമ്മളിങ്ങനെ തൊട്ട് നോക്കുമ്പം ആ മോര് ചൂടായിട്ടിരിക്കണം, അത്രേ ഉള്ളൂ. അല്ലാതെ തിളച്ചങ്ങ് മറിഞ്ഞൊന്നും പോകണ്ട. അപ്പം ഇത് ഏകദേശം നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മോര് കാച്ചിയത് റെഡി ആയിട്ടുണ്ട്. ഇനി അവസാനം ശകലം കറിവേപ്പിലയും കൂടെ ചേർക്കുക മട്ടൻ ഫ്രൈക്കകത്ത്. അപ്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അത്യാവശ്യമൊക്കെ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ എല്ലാ കൂട്ടാനും റെഡിയായി. ഇതൊരു ഉഗ്രൻ കോമ്പിനേഷനാണ്. പ്രത്യേകിച്ച് നോൺ വെജ് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കോമ്പിനേഷനാണ് ഈ മട്ടൻ അല്ലെങ്കിൽ ബീഫ് ഫ്രൈ. ഇതുപോലെ തന്നെ ബീഫും വെച്ചാൽ നല്ല ടേസ്റ്റാണ്. അപ്പം മട്ടൻ ഫ്രൈ അല്ലെങ്കിൽ ബീഫ് ഫ്രൈ, ക്യാബേജ് തോരൻ, പുളിശ്ശേരി, സാലഡ് ഇത്. അപ്പം നമ്മുടെ ലഞ്ചൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉച്ച കഴിഞ്ഞ് ഒരിടം വരെ പോകണം. വൈകുന്നേരമായി. ആ സമയത്ത് നമുക്ക് ഞങ്ങളൊന്ന് പുറത്ത് പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ എലമെൻറ്റ്സ് മോളിലാണ് പോകുന്നത്. അതിനകത്തെ സ്പാറിൽ കുറച്ച് കാര്യങ്ങളുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം വണ്ടി പോകുന്നു. വൈകുന്നേരമായി, ഒരു 4 മണിയൊക്കെ കഴിഞ്ഞു. അപ്പം വെയിലൊക്കെ കുറച്ച് ആറി. പിന്നെ അത് മാത്രമല്ല, മഴയൊക്കെ പെയ്തത് കൊണ്ട് കുറച്ചൊരു ചൂടിന് ഒരു കുറവുണ്ട്. ഒരു ചൂട് കാറ്റ് ഇപ്പോൾ കുറച്ച് നാളായിട്ട് കഴിഞ്ഞ ഒരു 1-2 ആഴ്ചയായിട്ട് ഒരു ചൂട് കാറ്റുണ്ട് ഇവിടെ. അതിപ്പം എല്ലായിടത്തും ഉഷ്ണതരംഗം എന്ന് പറയുന്നതൊക്കെ അതായിരിക്കും. വണ്ടിയിലൊക്കെ പോകുമ്പോൾ മറ്റേത് ഇങ്ങനൊരു ചൂട് കാറ്റൊന്നും ഇവിടൊന്നും ഇല്ല. എപ്പോഴും ഒരു തണുത്ത കാറ്റാണ് ബാംഗ്ലൂർ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ. പക്ഷെ ഇപ്പം ഒരു ചൂട് കാറ്റാണ് വരുന്നത്. അപ്പോൾ ഞങ്ങളതുകൊണ്ട് വെയിലാറിയത് കൊണ്ട് ഞങ്ങൾ വണ്ടി എടുത്തു. സ്കൂട്ടറിലാണ് പോകുന്നത്. ഇവിടെ അടുത്ത് തന്നെയാണ്.
അപ്പോൾ അവിടെ പോയി അവിടെ സ്പാർ എന്ന് പറഞ്ഞൊരു സൂപ്പർ മാർക്കറ്റുണ്ട്. അപ്പോൾ അതേ കയറാമെന്ന് വിചാരിച്ചാണ്. അപ്പം വലിയ തിരക്കൊന്നും റോഡിൽ കാണുന്നില്ല, എന്താണെന്നറിയത്തില്ല. മറ്റേത് ശനിയാഴ്ച ആയിട്ടായിരിക്കും വലിയ തിരക്കൊന്നും ഇല്ലാത്തത്. പിന്നെ തിരക്കാകാനുള്ളൊരു സമയമായി വരുന്നതേ ഉള്ളൂ. ഒരു 6 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവിടെ, 6:30 സമയത്തൊക്കെയാണ് ഭയങ്കര തിരക്ക്. അപ്പം നമ്മൾ എലമെൻറ്റ്സ് മോളിലെത്തി. വേറെ അതിൻ്റെ മുകളിലോട്ട് ഒന്നും കയറുന്നില്ല, ജസ്റ്റ് അതിൽ മാത്രമേ പോകുന്നുള്ളൂ. കാരണം വേറെ പ്രത്യേകിച്ച് ഒന്നും വാങ്ങിക്കാനില്ല. പിന്നെ എലമെൻറ്റ്സ് മോളിൽ അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല. PVR ഉണ്ട്. അപ്പോൾ ഞങ്ങൾ മിക്കവാറും ഇവിടെ സിനിമ കാണാനൊക്കെ വരുന്നത് ഇവിടുത്തെ PVRലാണ്. കാരണം ഇത് കുറച്ചുകൂടെ അടുത്താണ്, നമുക്ക് എളുപ്പം പോയി വരാൻ പറ്റും. അപ്പം അവിടെയാണ് വരുന്നത്. അല്ലാതെ ഇതിനകത്ത് ഒരു വലിയൊരു കാര്യങ്ങളൊന്നുമില്ല. ലുലുവിൽ പോകുന്ന പോലുള്ള ഒരു കാര്യങ്ങളൊന്നുമില്ല. ചെറിയ ഒരു മോളാണ് അത്. അവിടെ ഇങ്ങനെ PVR ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരുമാതിരി സാധാരണ എല്ലാ ബ്രാൻഡ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ പാർക്കിങ്ങിൽ വണ്ടിയൊക്കെ വെച്ചു, എന്നിട്ട് പോവാണ്. ഇത് താഴെ തന്നെയാണ്, ഒത്തിരി മുകളിലൊന്നുമില്ല, താഴെ തന്നെയാണ്. അപ്പോൾ ഞാൻ പാൻറ്റലൂൺസ് ഉണ്ട്, അപ്പം കുറേ കുർത്ത കിടക്കുന്നത് കണ്ട് അപ്പോൾ ചുമ്മാ നോക്കിയാണ്. ഇപ്പം ഈ ഇടയ്ക്ക് നമ്മൾ സ്റ്റുഡിയോയിൽ പോയി മേടിച്ചതായതുകൊണ്ട് ഇപ്പോൾ ഡ്രസ്സൊന്നും എടുക്കുന്നില്ല. പിന്നെ അവിടെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ഇപ്പോൾ എല്ലാ മുകളിലുണ്ടല്ലോ, കയറി ചെല്ലുമ്പം കുറേ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ എന്തൊക്കെയോ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ചുമ്മാ അതൊക്കെ കണ്ടു. എന്നിട്ട് അതിൻ്റെ ഒരു സൈഡിൽ തന്നെയാണ്, ഈ ഫ്ലോറിൽ തന്നെ സൈഡിൽ തന്നെയാണ് നമ്മുടെ സൂപ്പർ മാർക്കറ്റ്. അപ്പം നമുക്ക് അങ്ങോട്ട് പോകും. ഇത് ചുമ്മാ ഞാൻ കണ്ടപ്പോൾ എടുത്താണ്. കുതിരയും കുതിരവണ്ടിയൊക്കെ വെച്ചിരിക്കുന്നു. പിന്നെന്താ, പിന്നെ അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും ഇല്ല. ഞങ്ങൾ പിന്നെ ഈ ആഴ്ച വലുതായിട്ടൊന്നും പുറത്തു പോയൊന്നുമില്ല. പിന്നെ സിനിമയൊന്നും കാണാനും ഒന്നും പോയൊന്നുമില്ല. കഴിഞ്ഞ പനിക്ക് ശേഷം പുറത്തിറങ്ങൽ കുറച്ച് കുറവാണ്. ഇനിയും ഇറങ്ങി വരണം. എന്നാൽ ഇനി അതിൻ്റെ ഒരു ഫ്ലോ അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുറേ നാൾ ഇറങ്ങാതെ വീട്ടിനുള്ളിൽ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മളങ്ങ് ഇരുന്ന് പോകും. പിന്നെ പതുക്കെ അങ്ങോട്ട് ഇറങ്ങി വരണം. അങ്ങനെ ഞങ്ങൾ സാധനങ്ങൾ നോക്കി പോവുകയാണ്. മെയിനായിട്ടും എനിക്ക് കപ്പ് മേടിക്കണം. പിന്നെ ശ്രീഹരി എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നുണ്ട്, അതുണ്ടോ എന്ന് നോക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കാമെന്ന് വിചാരിച്ചാണ് പോകുന്നത്. ഇവിടെ ഇതിൻ്റെ മുകളിലാണ് അങ്ങനെയുള്ള കപ്പ്, പാത്രങ്ങൾ, ഐറ്റംസ്, പ്ലാസ്റ്റിക്, ഇവിടെ കുറേ ഐറ്റംസ് ഉണ്ട്. പക്ഷെ ഞങ്ങൾ എന്തുകൊണ്ടോ അധികം ഇങ്ങോട്ട് വരാറില്ല. കാരണം തിരക്കാണ് മെയിൻ. ഇവിടെ ഇതിനകത്തും ഭയങ്കര തിരക്കാണ്. ഒത്തിരി പേര് വന്നു പോകുന്നുണ്ട്. ഒത്തിരി തിരക്കാവുമ്പോൾ വലിയ പാടാണ്. അപ്പം അതുകൊണ്ട് ഞങ്ങൾ അധികം ഇങ്ങോട്ട് വരാറില്ല. ഇവിടെ ഇതിൻ്റെ മുകളിൽ കുറേ ഇങ്ങനെ പാത്രങ്ങളൊക്കെ ഇഷ്ടം പോലെ ടൈപ്പ് കാര്യങ്ങളും സ്റ്റീലിൻ്റെയും പ്ലാസ്റ്റിക്കിൻ്റെയും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ കപ്പ് നോക്കിയെടുത്തു. ഇനിയും വേറെന്തോ ശ്രീഹരി തപ്പുന്നുണ്ട്, പക്ഷേ ഇവിടെ ഇല്ലയെന്ന് തോന്നുന്നു. അതിനിടയ്ക്ക് ഒരു ബൊമ്മ ഉണ്ടപ്പം ചുമ്മാ നോക്കിയതാണ്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്, അതൊക്കെ നോക്കി. പിന്നെ സ്റ്റീലിൻ്റെ ഇത് എടുത്ത് വന്നപ്പോൾ ഞാൻ ഒരു കാര്യം ഇങ്ങനെ അന്വേഷിച്ചു. പക്ഷെ ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട് ഒരു കാര്യം, ഒരു സ്റ്റീമറിൻ്റെ ഒരു കാര്യമാണ്. ആമസോണിൽ മേടിച്ചാൽ മതി, എന്നാലും നേരിട്ട് നമുക്ക് നോക്കി മേടിക്കുമ്പോൾ അതൊരു ഇതല്ലേ. അപ്പം അതിന് നോക്കി. പക്ഷെ ഞാൻ നേരത്തെ ഇവിടെ വന്നപ്പം അത് കണ്ടിട്ടുണ്ട്. നമ്മൾ ഈ സ്റ്റീമറിൻ്റെ നമുക്ക് ഏത് പാത്രത്തിൽ വെച്ച് സ്റ്റീം ചെയ്യാനും പറ്റുന്ന ഒരു സ്റ്റീലിൻ്റെ ഒരു സംഭവമില്ലേ, അത് ഞാൻ നേരത്തെ ഇതിവിടെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് അവിടെ കാണുന്നില്ല. അതുകൊണ്ട് പിന്നെ അത് വാങ്ങിക്കാൻ പറ്റിയില്ല. പിന്നെ ചുമ്മാ അവിടെ ഓഫറിന് കുറേ കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, അതൊക്കെ നോക്കി. വലുതായിട്ടൊന്നും വാങ്ങിച്ചില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങ് വന്നു. ഇഷ്ടം പോലെ മാങ്ങയുണ്ട്. മാംഗോ സീസൺ ആയതുകൊണ്ട് ഇഷ്ടം പോലെ മാങ്ങ. അതൊന്നും പ്രത്യേകിച്ച് ഇപ്പം മാങ്ങ വലുതായിട്ടൊന്നും ഇപ്പോൾ തോന്നുന്നില്ല. കാരണം നാട്ടിൽ നിന്നൊക്കെ വന്നപ്പോൾ കുറച്ച് കഴിച്ചത് കൊണ്ട് അതൊന്നും തിന്നാൻ പ്രത്യേകിച്ചൊന്നും തോന്നുന്നൊന്നുമില്ല. പിന്നെ ഞങ്ങൾ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം വാങ്ങിച്ചിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഇനിയും കുറച്ചുകൂടെ വൈകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാവും. ആ തിരക്കി പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒത്തിരി ലേറ്റ് ആവും. അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ വണ്ടി എടുത്ത് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ സ്ഥിരം വരുന്ന വഴിക്കല്ല വന്നത്. ഞങ്ങൾ സ്ഥിരം വരുന്ന വഴിക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ രാത്രിയാവും ആ ബ്ലോക്കിൽ, ആ സിഗ്നലിൽ കിടന്ന് എത്താൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് കറക്കമാണേലും അധികം തിരക്കില്ലാത്ത വഴി കൂടെ വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ പക്ഷെ ഇച്ചിരി ദൂരെ കൂടുതലുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ എടുത്ത് ഇറങ്ങി.
അപ്പം ആക്ച്വലി ഇത് ചെറിയൊരു വ്ളോഗാണ്, ഒരു ലഞ്ച് വ്ളോഗും. വലുതായിട്ടൊന്നും പുറത്തൊന്നും പോകാനൊന്നും പറ്റിയില്ല. അപ്പം അങ്ങനെ ഒരു ചെറിയൊരു വ്ളോഗാണ്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ താങ്ക് യു സോ മച്ച്.